പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. വടക്കേക്കര പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിലെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം നടത്തി. 1,50,000 രൂപയാണ് പദ്ധതിക്ക് ചെലവായത്. പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഭിന്നശേഷി വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നിർവഹിച്ചു പോരുന്നതോടൊപ്പം ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിന്റെ സകല നിർവഹണങ്ങളും നടത്തിപ്പോരുന്നതിന് ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ട തുക വകയിരുത്തിയിട്ടുമുണ്ട്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ലേജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർമാരായ ശ്രീദേവി സനോജ്, സുമാ ശ്രീനിവാസൻ, ICDS സൂപ്പർവൈസർ റസിയ കെ എന്നിവർ സംസാരിച്ചു. സ്കോളർഷിപ്പ്, ഭത്ത, അതുപോലെ തന്നെ BRC സ്കൂളിൻ്റെ പ്രവർത്തനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് ആക്കിക്കൊണ്ട് വിപുലമായ പദ്ധതികളാണ് തുടർന്നും നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്ന രീതിയിലേക്കും ഒപ്പം പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്ന അതിനു വേണ്ടിയുള്ള പദ്ധതികളും അതിനുവേണ്ടി തുകയും വകയിരുത്തിക്കൊണ്ടുള്ള നിർവഹണമാണ് ഇക്കാലഘട്ടത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയോളം നമ്മൾ ഈ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിനായി ഈ വർഷം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കി പോരുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.